എല്ലാവർക്കും നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീടുകളിലെല്ലാം ചെടികൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് അല്ലേ? ചില ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് മൂലം വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയുകയും നമ്മുടെ വീടുകളിൽ എല്ലാം വിജയം കൈവരിക്കുകയും ചെയ്യുന്നു. ചില സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് വിശ്വാസം. ശംഖുപുഷ്പം വീട്ടിൽ നട്ടാൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ശംഖുപുഷ്പം 2 നിറങ്ങളുണ്ട്, വെള്ളയും നീലയും. നീല ശംഖുപുഷ്പമാണ് മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് വിശ്വാസം. ശംഖുപുഷ്പം വീട്ടിൽ വളർത്തിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശംഖുപുഷ്പം ഏത് ദിശയിലാണ് നടേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ കിഴക്ക്, വടക്ക് കിഴക്ക് ദിശയിൽ ഈ ചെടി വളർത്തുന്നത് നല്ലതാണ്. ഈ ദിശ ദൈവിക ദിശയായി കണക്കാക്കപ്പെടുന്നു. ഈ ദിശയിൽ ശംഖുപുഷ്പം ചെടി നടന്നത് വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. പ്രധാന വാതിലിൻ്റെ വലതുവശത്തെ ഈ ചെടി നടുന്നതും വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് മംഗളകരമായ ഫലമാണ് നൽകുന്നത്. വീട്ടിൽ സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഈ ചെടി ഒരിക്കലും പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ നടുന്നത് ശരിയല്ല. ശംഖുപുഷ്പം ചെടി വീട്ടിൽ നടുമ്പോൾ വ്യാഴം അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ ശംഖുപുഷ്പം ചെടി നടുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ്. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്കും സമർപ്പിച്ചിരിക്കുന്നു. ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ശംഖുപുഷ്പം ചെടി നടുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വെള്ളിയാഴ്ച ഈ ചെടി നടുന്നതിലൂടെ ലക്ഷ്മി ദേവി വീട്ടിൽ എത്തുന്നു എന്നാണ് വിശ്വാസം. വ്യാഴാഴ്ച ഈ ചെടി നടുന്നതിലൂടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേരുകയും ചെയ്യുന്നു. വെളുത്ത നിറത്തിലുള്ള ശംഖുപുഷ്പം ധനലക്ഷ്മിയെ ആകർഷിക്കുന്നു. വീട്ടിൽ ശംഖുപുഷ്പം ചെടി നടുന്നത് ആ വീട്ടിലെ വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യത കുറയ്ക്കുന്നു. വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഭക്ഷ്യധാന്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവുകയുമില്ല. ശനിയാഴ്ച ദിവസം ശനിദേവന് ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് ശനിദേവനെ സന്തോഷിപ്പിക്കുകയും ഇങ്ങനെ ചെയ്താൽ 7 ശനി ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യാവുന്നതാണ്. നീല ശംഖുപുഷ്പം ധനലക്ഷ്മിയെ ആകർഷിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നത് വീട്ടിൽ ധനലക്ഷ്മി താമസിക്കുന്നു എന്നും നിങ്ങൾ ധനികനാകാൻ നടത്തുന്ന കഠിനാധ്വാനം വിജയിക്കാനും നീല ശംഖുപുഷ്പം വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ കുടുംബാംഗങ്ങളുടെ ബുദ്ധിശക്തി കൂടും. ഇതോടൊപ്പം ഈ പുഷ്പം മഹാവിഷ്ണുവിനെ സമർപ്പിച്ചാൽ കുടുംബത്തിൽ ഒരിക്കലും പരാജയമുണ്ടാവില്ല എന്നും പറയപ്പെടുന്നു. ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിക്കുന്നത് മൂലം നിങ്ങളുടെ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.